നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. പ്രമേഹം നമ്മുടെ നാട്ടിൽ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും സ്വയം ആശ്വസിക്കുന്നത് എനിക്ക് വരില്ല, എൻ്റെ കുടുംബത്തിൽ ആർക്കും വരില്ല, എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ആർക്കും വരില്ല എന്ന. ചെറുപ്പക്കാർക്ക് പൊതുവെ പ്രമേഹം ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും അത് 250, 300, 350, 400 ഒക്കെ ബ്ലഡ് ഷുഗർ ഉള്ളപ്പോഴാണ് അറിയുക. കാരണം ഇത് ചെക്കപ്പ് നടത്തില്ല. ഇനി ചെറിയ ലക്ഷണങ്ങൾ കാണിച്ചാൽ പോലും എനിക്ക് വരില്ല, ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ചെക്കപ്പിന് പോവുകയില്ല. അതേസമയം ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് പൊതുവെ ഒരു മരണഭയവും രോഗഭീതിയൊക്കെ വന്നോളും. അപ്പോൾ അവർക്ക് ചെറുതായിട്ടുള്ള അസ്വസ്ഥതകൾ വരുമ്പോഴൊക്കെ അവർ ചെക്കപ്പ് നടത്തും, ഉണ്ടെന്ന് അറിയും. സാധാരണഗതിയിൽ ഒരു പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ, ഏർലി സ്റ്റേജിൽ ഒരു 100, 150, 200 റേഞ്ചിലൊക്കെ തന്നെ ഉണ്ടെന്ന് അറിയാൻ സാധിക്കാറുണ്ട്. സോ ഇതൊന്ന് നമ്മുടെ സമൂഹം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കണ്ണടച്ച് പിടിച്ചതുകൊണ്ട് ഇരുട്ടാകുകയൊന്നുമില്ല. നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, നമ്മളുടെ ഭക്ഷണം വല്ലാതെ മോശം, വലിച്ചുവാരിയുള്ള ഭക്ഷണശീലങ്ങളും അമിതമായിട്ട് കഴിക്കുന്നതും, നല്ലത് തീരെ കുറഞ്ഞു മോശം ഭക്ഷണങ്ങൾ കൂടി എന്നുള്ള അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയായത്. റൈറ്റ്? അധ്വാനങ്ങളും ഇല്ലാതായി, വ്യായാമങ്ങൾ ചെയ്യാൻ സമയമില്ല എന്ന് നമ്മൾ സ്വയം പറയും, എനിക്ക് സമയമില്ല, തിരക്കാണ്. പക്ഷേ വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത് ചെയ്യാത്തത്. പക്ഷേ രോഗിയായി കഴിഞ്ഞാൽ ചെയ്യാൻ തുടങ്ങും. കാല്, കണ്ണ്, കിഡ്നിയൊക്കെ കേടായി അതെല്ലാം പോകുമെന്നുള്ള ചിന്ത മനസ്സിൽ വന്ന ഒരു ഭയം വന്നു തുടങ്ങിയാൽ എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതെല്ലാം വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ പ്രമേഹം വന്നിരിക്കും, പ്രഷറും കൊളസ്ട്രോൾ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം പിന്നാലെ വരുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് വരുമെന്ന കാര്യത്തിലേ സംശയമുള്ളൂ. സോ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പേടിക്കേണ്ടത് പ്രമേഹത്തെയാണ്. കാരണം പ്രമേഹം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാല് മുറിക്കുന്നത്, കണ്ണ് പോകുന്നത്, കിഡ്നി പോകുന്നത്, അറ്റാക്ക് എല്ലാം പ്രമേഹക്കാർക്ക്. ഒരു കൊറോണ വന്നപ്പോൾ പോലും എല്ലാവരും ഏറ്റവും കൂടുതൽ പേടിച്ചത് പ്രമേഹക്കാരായിരിക്കും. സോ ഇത് തുടക്കത്തിലേ കണ്ടുപിടിക്കുകയും ചെറുതായിട്ടുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡയറ്റ് കൺട്രോളിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് വന്നുകൊണ്ട് അത് പട്ടിണി കിടക്കലല്ല, അറിഞ്ഞ് കഴിക്കുക എന്നുള്ളത് മാത്രം. ആൻഡ് ചിട്ടയായ ഒരു വ്യായാമശീലം ഉണ്ടാക്കിയെടുത്താൽ പ്രമേഹം വരില്ല എന്ന് മാത്രമല്ല, പ്രമേഹം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരില്ലെന്ന് മാത്രമല്ല, ഇതോടുകൂടി നിങ്ങൾക്ക് പ്രായം കൂടുന്ന പ്രോസസ്സിന് ബ്ലോക്ക് ചെയ്യാണ്. ഭാവിയിൽ വരാൻ വന്ന ഏജിങ് പ്രോസസ് പ്ലസ് ബാക്കി വരാൻ പോകുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രമേഹത്തിന് പൊതുവെ ചെറുപ്പക്കാരിൽ കൂടുതലും കാണാറുള്ള മെലിച്ചിൽ വരുമ്പോഴാണ് പലരും ശ്രദ്ധിക്കാറുള്ളത്. കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചല്ല കുറച്ചുകൂടി മെലിച്ചിൽ വരുന്നത്, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ് വരുമ്പോൾ പലരും ശ്രദ്ധിക്കാറുണ്ട്. എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടായിട്ട് അത് ഉണങ്ങാതെ വരുമ്പോൾ ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യും. അതും പൊതുവെ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഷുഗർ കാഷ്വലി ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടെന്ന് അറിയാറുള്ളത്. പിന്നെ കാണിക്കാറുള്ളത് ദാഹം കൂടുതൽ, മൂത്രം കൂടുതൽ പോക്ക്, ഈ 2 ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. ചിലർക്ക് വിശപ്പായിരിക്കും കൂടുതലുണ്ടാകുക, നല്ല വിശപ്പായിരിക്കും, ഭക്ഷണത്തെ കഴിച്ചാലും മതിയാകാതെ വരാം. സോ ദാഹത്തിനെയും വിശപ്പിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന സെൻറ്റേഴ്സ് ബ്രെയിനിൽ അടുത്തടുത്താണുള്ളത്. സോ ദാഹക്കൂടലോ മൂത്രം കൂടുതലോ പോക്കോ മുറിവ് ഉണങ്ങാതെ വരുമ്പോൾ ചിലപ്പോൾ തൊലിപ്പുറത്തിൽ എന്തെങ്കിലും ചൊറിച്ചിൽ ചരങ്ങുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോൾ മാത്രമാണ് ചെക്ക് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് പണ്ട് 80, 70, 60 വയസ്സിൽ വന്നിരുന്ന രോഗങ്ങൾ 50, 40, 30, 20 വയസ്സുകളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് ഓർക്കുക. സോ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കി പിടിക്കുന്നതിൽ അർത്ഥമില്ല. അതിന് പകരം എനിക്ക് വരാൻ സാധ്യതയുണ്ട്, തുടക്കത്തിലേ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട. 100% റിവേഴ്സിബിളാണ് ഏർലി ഡയബറ്റീസ് ആൻഡ് പ്രീ ഡയബറ്റീസ്. അതേസമയം കുറേ പഴകി നമ്മുടെ അവയവങ്ങളിലൊക്കെ ഗ്ലൂക്കോസ് അടിഞ്ഞ് രക്തക്കൊഴലൊക്കെ കേടുപറ്റി, രക്തക്കൊഴലും കൊഴുപ്പും ഗ്ലൂക്കോസ് അടിഞ്ഞ് കേടുപറ്റുന്ന അവയവങ്ങൾക്കും അകാല വാർദ്ധക്യം ബാധിച്ച് ശരീരം ആകെ നശിപ്പിച്ചിട്ട് പിന്നീട് കണ്ടുപിടിച്ച് ചികിത്സ തുടങ്ങുമ്പോഴേക്കും നമ്മൾ വൈകിപ്പോവും. കാരണം പല കംപ്ലയിൻസും ഇറിവേഴ്സിബിളാണ്, തിരിച്ചറിവില്ലാത്തതാണ്. സോ അതുകൊണ്ട് പ്രമേഹത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു രോഗമില്ലാത്തവരാണെങ്കിൽ പോലും ഒന്ന് വെറുതെ ഒന്ന് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് കളയാം. അഥവാ ആക്സിഡൻറ്റിൽ ഒരു ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും തുടക്കത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരു മരുന്നിലേക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മുടെ ലൈഫ് ഒന്ന് ചിട്ടപ്പെടുത്തേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സോ രോഗലക്ഷണങ്ങളെക്കുറിച്ച് അവെയറായിരിക്കണം. ആൻഡ് ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്ത്
ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ച് വ്യായാമം ഒരു ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് തടഞ്ഞൂടെ? നാളെ വരാൻ സാധ്യതയുള്ളതാണല്ലോ. സോ നമ്മുടെ ഏജിങ് പ്രോസസ്സ് ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തി കുറെ അധികം കാലം നല്ല ആരോഗ്യത്തിൽ ജീവിക്കാൻ എന്ത് വേണമെന്ന് ചിന്തിച്ചുകൂടെ?